ഓക്കെ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ഒരു അപ്ഡേറ്റ് ആണ് അഭിലാഷ് നൽകിയിട്ടുള്ളത്. ത്രക്കുണ്ട് എന്ന് പറയുന്ന സ്ഥലം കണ്ടെത്തിയിരിക്കുന്നു. രണ്ടാം ഘട്ട റഡാർ പരിശോധനയിലാണ് ഇത് കണ്ടെത്തിയിട്ടുള്ളത്. 60% സാധ്യതയെങ്കിലും കേരളം ഒന്നാകെ വിശ്വസിക്കുകയാണ് അഭിലാഷ്. അവിടെ തന്നെ അർജുൻ ഉണ്ടാകുമെന്ന് കേരളം ഒന്നാകെ വിശ്വസിക്കുകയാണ്. ആശ്വാസകരമായ ഒരു വാർത്ത ഞങ്ങളിലേക്ക് എത്തുമോ അഭിലാഷ്? ഓക്കെ, രണ്ടാം ഘട്ട റഡാർ പരിശോധനയിൽ പുരോഗതി ഉണ്ടായിരിക്കുകയാണ്. ട്രക്കുണ്ടെന്ന് കരുതുന്ന സ്ഥലം കണ്ടെത്തിയിരിക്കുകയാണ്. മണ്ണിനടിയിൽ ഉണ്ടാകാൻ 60% സാധ്യത എന്നാണ് റഡാറിലൂടെ തന്നെ വ്യക്തമായിരിക്കുന്നത്. എ കെ അഭിലാഷ് നമുക്കൊപ്പം ചേരുകയാണ്. അഭിലാഷ്, കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് ശുഭവാർത്ത കേൾക്കുന്നതിന് വേണ്ടി. എന്താണ് ഇപ്പോൾ അവിടെ പുരോഗമിക്കുന്നത്? സംശയാസ്പദമാണ് എങ്കിൽ പോലും ആ ഒരു സ്ഥലത്തേക്ക് ഈ റഡാർ സംവിധാനം ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ ഉണ്ട് എന്ന് പറഞ്ഞിരുന്ന സ്ഥലത്തിന്റെ മുകളിലായി അല്പം കൂടി മുകളിലായിട്ടാണ് ഇപ്പോൾ ഈ സ്ഥാനം കണ്ടെത്തിയിരിക്കുന്നത്, ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. അതോടുകൂടി തന്നെ ഈ സ്ഥലത്ത് ഈ മണ്ണ് മാന്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ, അത്തരത്തിലൊരു ചർച്ചയാണ് ഇവരുടെ ഭാഗത്തോ നടക്കുന്നത്. ഏതാണ്ട് ഒരു 10 മിനിറ്റോളമായിട്ടേ ഉള്ളൂ ഇത്തരത്തിലൊരു തെരച്ചിൽ നടത്തുകയും ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ട് നിരന്തരം പരിശോധിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണ് ഉടൻ തന്നെ ഇവിടെ മണ്ണ് നീക്കി അവിടെ ട്രക്ക് കണ്ടെത്താനുള്ള ഒരു ശ്രമമായിരിക്കും അടുത്ത ഘട്ടത്തിൽ ഉണ്ടാവുക എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ പ്രദേശത്ത് ഇടവിട്ട് കനത്ത മഴ പെയ്യുന്നു എന്നുള്ളത് ഈ രക്ഷാപ്രവർത്തനത്തിന് വെല്ലുവിളിയാവുന്നുണ്ട്. ഇപ്പോൾ മഴയുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ എങ്ങനെയാവും ഇത്തരത്തിൽ മണ്ണ് മാറ്റം എത്രത്തോളം സുഖകരമായി നടക്കും എന്നുള്ളൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. എങ്കിൽ പോലും മഴയ്ക്ക് ഇടവേളയുണ്ട് എന്നുള്ളൊരു സുപ്രധാനമായ കാര്യമാണ്. ആ ഇടവേളയിൽ മണ്ണ് നീക്കാൻ കഴിഞ്ഞാൽ അത് ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഏതാണ്ട് 2 മണിക്കൂറോളം തന്നെ ഈ മണ്ണ് നീക്കാൻ കഴിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്രത്തോളം മൺകൂന അവിടെയുണ്ട്, പല ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ടായിരുന്നു നമ്മൾ. അത് അവിടെ ആ ഭാഗത്ത് എത്രത്തോളം മൺകൂനയുണ്ട്, അതിന് മുകളിൽ പാറയുണ്ടോ, ഈ പറയുന്ന സ്ഥലത്ത് പാറയുണ്ടോ, അങ്ങനെയുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? ഒപ്പം തന്നെ മണ്ണുമാന്തി യന്ത്രം അതിന് മുകളിലാണ് ഉള്ളത്. എന്താണ് അവിടുത്തെ വിവരങ്ങൾ? ശരി, എ കെ അഭിലാഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. രണ്ടാം ഘട്ട റഡാർ പരിശോധനയിലെ പുരോഗതി തന്നെയാണ് നമുക്ക് ഈ നിമിഷം ഏറ്റവും വലിയ പ്രതീക്ഷ നൽകുന്നതും. ട്രക്ക് ഉണ്ടെന്ന് കരുതുന്ന പ്രദേശം കണ്ടെത്തിയിരിക്കുന്നു. അഭിലാഷ്, ഈ 2 മണിക്കൂർ സമയം കൊണ്ട് ഈ മണ്ണ് നീക്കാനാകുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഇപ്പോഴുള്ളത് അല്ലേ? നിലവിലുള്ള സംവിധാനങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ് എന്താണ്? 12 അടിയോളം മണ്ണുണ്ട് എന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം. അതായത് 4 മീറ്ററോളം ഉയരത്തിലാണ് മണ്ണുണ്ട് ഉള്ളത്. ഏതാണ്ട് 2 മീറ്ററോളം വാഹനത്തിന്റെ ഉയരം ഉണ്ടാവാം, വാഹനം മറിഞ്ഞു വീണിട്ടുണ്ടെങ്കിൽ. അതായത് അതിന് മുകളിലായിരിക്കും ഏതാണ്ട് 2 മീറ്ററോളം ഉയരത്തിലായിരിക്കും മണ്ണുണ്ടാവുക. അതേ സമയത്ത് ഇത് അല്പം കൂടി മുകളിലോട്ടായതുകൊണ്ട് തന്നെ ഈ റോഡിന്റെ ഭാഗത്തു നിന്നുള്ള മണ്ണ് കൂടി നീക്കം ചെയ്താൽ മാത്രമേ അങ്ങോട്ട് കടക്കാൻ കഴിയൂ. അതായത് കുറെ കൂടി മണ്ണ് തുരന്ന് അകത്തേക്ക് കടക്കേണ്ടുന്ന ഒരു സാഹചര്യമുണ്ട്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങളിൽ നിന്നൊക്കെ കാണിച്ചതുപോലെ ഇപ്പോൾ ഏതാണ്ട് റോഡിന്റെ ആ ഒരു 15-18 അടിയോളം ഭാഗത്താണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും ഏതാണ്ട് 15 അടിയോളം ഉള്ളോട്ടാണ് ഇപ്പോൾ വാഹനം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടേക്ക് എത്തണമെങ്കിൽ തന്നെ ഈ 15 അടിയോളം ദൂരത്തിലുള്ള മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം, ഈ 12 അടി ഉയരത്തിലുള്ള മണ്ണ് നീക്കം ചെയ്തതിന് ശേഷം മാത്രമേ വാഹനത്തിന്റെ അടുത്തേക്ക് എത്താൻ കഴിയൂ. അത് പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാൻ കാരണം കൂടുതൽ JCB അടക്കം അവിടെ സംവിധാനമുണ്ട്. മുകളിൽ തന്നെ JCB ഉണ്ട്. അതോടൊപ്പം തന്നെ സൈഡിലൊക്കെ ഇപ്പോൾ JCB ഉണ്ട്. കൂട്ടായുള്ള ഒരു പ്രയത്നത്തിലൂടെ ഇത്തരം ഈ ട്രക്ക് കണ്ടെത്തിയിരിക്കുന്ന ഒരു സ്ഥലത്തേക്ക് അതിവേഗം എത്താനുള്ള ശ്രമം തന്നെയായിരിക്കും നടക്കുക. പ്രത്യേകിച്ച് പെട്ടെന്ന് മഴയുള്ള സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ ഇരുടാവാനുള്ള സമയം ആയിരിക്കുന്നു. ഏതാണ്ട് 6 മണി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഒരു രാത്രിയായി കഴിഞ്ഞാൽ കൂടുതൽ മഴ പെയ്യാനും കൂടുതൽ ദുഷ്കരമാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനു മുമ്പായി തന്നെ ട്രക്ക് കണ്ടെത്താനുള്ള ശ്രമമായിരിക്കും ഈ ഘട്ടത്തിൽ ഉണ്ടാവുക. സിഗ്നൽ കിട്ടിയ സ്ഥലം മാർക്ക് ചെയ്തുകൊണ്ടുള്ള ഒരു പരിശോധനയാണ് അല്ലെങ്കിൽ മണ്ണുമാറ്റലാണ് ഇപ്പോൾ നടക്കുന്നത് അല്ലേ? ഈ റഡാർ പരിശോധനയിൽ ഈ സ്ഥലം ലൊക്കേറ്റ് ചെയ്ത് സ്കെച്ച് ചെയ്തിട്ടുണ്ട്. ആ സ്ഥലത്തുള്ള മണ്ണാണ് ഇനി നീക്കം ചെയ്യേണ്ടത്. ഈ NIT-യിലെ വിദഗ്ധർ ഈ സ്ഥലം സ്കെച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ സ്ഥലത്ത് ഇനി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രവൃത്തി. അതിന് വെല്ലുവിളിയായി നിൽക്കുന്നത് ഇപ്പോൾ മഴയാണ്. പക്ഷേ ഈ മഴയ്ക്ക് ഇടവേളകളുണ്ട്. ഇന്നലത്തേതുപോലെ തുടർച്ചയായി മഴ പെയ്യുന്നില്ല. ശക്തമായ മഴയാണ് പെയ്യുന്നതെങ്കിൽ പോലും ഇടവേളകളുണ്ട്. ആ ഇടവേളകളിൽ ഈ മണ്ണ് മാന്താൻ കഴിയുമെന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2 മണിക്കൂർ കൊണ്ട് ഈ മണ്ണ് മാന്താൻ ഘട്ടം രക്ഷാപ്രവർത്തനത്തിന്റെ ഒരുപക്ഷെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. 2 മണിക്കൂർ എന്ന ദൈർഘ്യം മാത്രമാണ് ഇനി ആവശ്യമുള്ളത്. അർജുനെ കണ്ടെത്തുന്നതിൽ ആ ട്രക്കുള്ള സ്ഥലം കൃത്യമായി ലൊക്കേറ്റ് ചെയ്ത് അവിടെ നിന്ന് മണ്ണു മാറ്റിക്കൊണ്ടുള്ള ഒരു പ്രവൃത്തിയാണ് പുരോഗമിക്കുന്നത്.
ജിതിൻ കൂടി നമ്മോടൊപ്പം ചേരുന്നു. അർജുന്റെ ബന്ധുവാണ് ജിതിൻ. നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു വിവരമാണ്. 13 അടിയോളം മണ്ണ് മാത്രമാണ് നീക്കാനുള്ളത്. അവിടെ തന്നെ ഉണ്ട്, ആ സ്ഥലം തന്നെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ട് മണ്ണ് മാറ്റുന്ന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. ഇവിടെ നടക്കുന്നത് ഇപ്പൊ ഈ ഒരു റഡാർ പ്രകാരം ചെക്ക് ചെയ്തപ്പോ ഒരു 70% സസ്പെക്ട് ഉള്ള ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഈ ഇടിഞ്ഞതിന്റെ എക്സാക്ട് ഏകദേശം ഒരു സെന്റർ നടുഭാഗമായിട്ട് വരും. അവിടെ ഇപ്പൊ ഒരു JCB വെച്ചിട്ട് മണ്ണ് ലെയർ ആയിട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഇതിന് എന്തോരം മണ്ണ് അവിടെയുണ്ട്, ആ ഭാഗത്ത് എത്രത്തോളം മണ്ണുണ്ട് എന്നാണ് മനസ്സിലാക്കാനാകുന്നത്? മേലെ ഉണ്ടാകും അവിടെയുള്ള ആ മണ്ണ് 12 ഫീറ്റിന്റെ ഒക്കെ മേലെ വരും. 12 to 15 ഫീറ്റിനൊക്കെ അടുത്ത് വരും ഏകദേശം. അത് എത്രത്തോളം സമയം എടുക്കുമെന്നാണ് ഇതിന് മനസ്സിലാക്കാനാകുന്നത്? ഇത് വണ്ടി ഇപ്പം അവിടെ കുറച്ച് എടുത്തിട്ടുണ്ട്. വണ്ടി നിൽക്കുന്ന ഭാഗത്തേക്ക് ഇനി ഒരു 5 മീറ്റർ കൂടി എങ്കിലും മണ്ണ് എടുക്കേണ്ടി വരും. അത് ഇപ്പം വരുന്നത് എന്താ വെച്ചാൽ മണ്ണെടുക്കുമ്പോൾ ചെറിയ രീതിയിൽ അവിടെ ഇടിഞ്ഞ് വരുന്നുണ്ട്. പക്ഷേ അവർ മണ്ണെടുക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. അവർ ലെയർ ആയിട്ടാണ് എടുക്കുന്നത് ഇപ്പം. അതായത് ജിതിൻ, നിലവിലുള്ള സംവിധാനങ്ങൾ മതിയോ? കാരണം ഈ മൺകൂനയുടെ നടുവിലാണല്ലേ ഈ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഭാഗം? അതെ ലൊക്കേറ്റ് ചെയ്ത് ഇവർ 100% ഉറപ്പല്ല പറഞ്ഞത്. അവിടെ നമ്മൾ ശ്രമിക്കാന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ഇപ്പം ഇവരെല്ലാം 3 പേര് അഗ്രി ചെയ്തിട്ട് 3 ആൾക്കാരും കൂടി അഗ്രി ചെയ്തിട്ടാണ് അവിടെ ഇപ്പം കളക്ടറുടെ നിർദ്ദേശപ്രകാരം MLA ഒക്കെ ഇവിടെ ഗൈഡ് ചെയ്യുന്നുണ്ട്. അവർ പ്രകാരം ഇപ്പം അവിടെ ഒരു ലെയർ ആയിട്ട് മണ്ണെടുത്ത് നോക്കുകയാണ്. അതായത് ജിതിൻ, അവിടെ നേരത്തെ നമ്മൾ രാവിലെ ഇങ്ങനെ ഒരു വാർത്ത വന്നപ്പോൾ അവിടെ പരിശോധിച്ചപ്പോൾ അത് മരത്തിൻ്റെയോ അല്ലെങ്കിൽ പാറയുടെയോ ഭാഗമാകാം എന്നൊക്കെയാണ് മനസ്സിലാക്കിയിരുന്നത്. അവിടെ ലോഹത്തിന്റെ ഭാഗം അല്ലെങ്കിൽ ഇരുമ്പിന്റെ സാന്നിധ്യമുണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ടോ? ഒരു ഇരുമ്പിന്റെ സാന്നിധ്യം കുറച്ച് കാണുന്നുണ്ട് എന്നാണ് ഇവരിപ്പോ പറയുന്നത്. ഒരു വൈറ്റ് ലെയർ കാണുന്നുണ്ട്, എങ്ങനെയാണെന്ന് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അതാ പറഞ്ഞു 70% ഉറപ്പേ അവർ പറയുന്നുള്ളൂ. പക്ഷേ ആ ഒരു പോസിബിലിറ്റി വെച്ചിട്ടാണ് ഇപ്പൊ അവിടെ മണ്ണ് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അവിടെ. തീർച്ചയായും, പക്ഷെ അതൊരു പ്രതീക്ഷ നൽകുന്ന ഒരു ഇടപെടൽ. ഇപ്പം ഈ NDRF പറയുന്നത് അവരെന്തായാലും രാത്രി അവർക്ക് ജോലി ചെയ്യാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത്. കാരണം ഇന്നലെയൊക്കെ അവർ രാത്രി വർക്ക് ചെയ്തിട്ട് അവരല്ലാതെ ഒരു റെപ്രസെന്റേറ്റീവ് ഇവിടെ ഉണ്ടായിരുന്നില്ല, എല്ലാവരും പേടിച്ച് പോയതാണെന്നൊക്കെ പറഞ്ഞു. ജിതിൻ, അതായത് രാത്രി രക്ഷാപ്രവർത്തനം നിർത്തുമെന്നാണോ? ചാൻസ് ഉണ്ട്, എല്ലാ ചാൻസും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പം അതിന് മുന്നേ ഈ വണ്ടി കാണുകയാണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഹോപ്പ് ഉണ്ടാവും. ജിതിൻ, ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 21 മിനിറ്റ് പിന്നിട്ടിരിക്കുകയാണ്. അവിടെ ഇപ്പോൾ വെളിച്ചം എത്രത്തോളം ഉണ്ട്, മഴയുടെ സാന്നിധ്യം എത്രത്തോളം ഉണ്ട്, അത്തരം കാര്യങ്ങൾ എങ്ങനെയാണ് ജിതിൻ? ഇപ്പൊ ജസ്റ്റ് ലൈറ്റ് റെയിൻ ഉണ്ട്, പിന്നെ വെളിച്ചം ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല. വെളിച്ചം ഇവിടെ ഇപ്പം ഈ 2-3 ദിവസം 7 മണി 7:15 വരെ വെളിച്ചം ഉണ്ടാവാറുണ്ട്. അത് കഴിഞ്ഞ് ഇന്നലെ 8 മണി വരെയാണ് 8:30 ആയപ്പോഴും നമ്മുടെ കേരളത്തിലെ MVD ഉദ്യോഗസ്ഥരോട് എത്തിയപ്പോഴേക്കും ഇവിടെ വർക്ക് നിർത്തി വെച്ചിട്ടുണ്ട്. ഇന്നലത്തെ അവസ്ഥ അവരെല്ലാവരും പറഞ്ഞത് 9 മണി വരെ വരണമെന്നാണ് പറഞ്ഞത്. പക്ഷേ 8:30 മുന്നേ ഇന്നലെ വർക്ക് ഇവിടെ നിർത്തിയിട്ടുണ്ട്. ജിതിൻ, ഈ വെളിച്ചം കൊണ്ടുവരാനുള്ള എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അവിടെ MLA ഉണ്ട് എന്ന് ജിതിൻ പറഞ്ഞതിലൂടെ ഞാൻ മനസ്സിലാക്കുന്നു, തെറ്റാണെങ്കിൽ തിരുത്തണം. MLA, കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടോ? വെളിച്ചം, ലൈറ്റുകൾ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ടോ? റിക്വസ്റ്റ് ചെയ്താൽ കൊണ്ടുവരുന്നതാണ് പറഞ്ഞത്. അത് ഈ രാത്രി ജോലി ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ഒന്നുകൂടി കൺഫേം ആക്കണം. അതിപ്പം നമുക്ക് MLA അല്ല കളക്ടറോട് തന്നെ ചോദിക്കേണ്ടി വരും. കളക്ടർ ഇപ്പോൾ ഇവിടെ ഇല്ല, അവർ പുറത്തേക്ക് പോയതാണെന്ന് തോന്നുന്നു. ശരി, ഏതായാലും പക്ഷേ 2 മണിക്കൂർ കൊണ്ട് ആ മണ്ണ് നീക്കാനാകും എന്ന് തന്നെയാണോ നമ്മൾ കരുതേണ്ടത്? എങ്ങനെയാണെന്നുള്ളത് എനിക്ക് 2 മണിക്കൂർ കൊണ്ട് അത് കഴിയുമെന്ന് തോന്നുന്നില്ല എനിക്ക്. ജിതിൻ, അതായത് ഈ ഭൂമി പൊട്ടി വന്നിട്ടുള്ള, മല പൊട്ടി വന്നിട്ടുള്ളതിന്റെ ഒറ്റ നടുക്കാണ് ഈ ഭാഗം, അങ്ങനെയല്ലേ? അതെ, നടുക്കാണ് ഈ ഭാഗം. അപ്പൊ ആ ഭാഗത്തേക്കുള്ള മണ്ണെല്ലാം നീക്കി കഴിഞ്ഞിട്ടുണ്ടോ? ഇപ്പൊ ആദ്യമായിട്ടാണ് ഈ JCB ഇത്രയും ദിവസം എടുത്ത് ഈ JCB ഇപ്പോഴാണ് ഇവിടെ വന്ന് തൊടുന്നത്. അപ്പൊ അവിടെ ഇതുവരെ തെരച്ചിൽ നടത്തിയിട്ടില്ല, അങ്ങനെയല്ലേ? ഇല്ല, അതാണ് ഞങ്ങൾ മുന്നേ ആദ്യം പറയുന്നത്. ഇവിടെ റോഡ് ഇപ്പോഴും ഇവിടുത്തെ JCBകൾ വർക്കാവുന്നത് വലത് സൈഡ് തന്നെയാണ്. അതായത് റോഡിന്റെ അപ്പുറവശം റോഡ് ഇപ്പൊ ഓപ്പൺ ആയിട്ടുണ്ട് മൊത്തത്തില്. അതായത് മലയുടെ ഭാഗത്താണ് ഈ പറയുന്ന സ്ഥലമുള്ളത്, അങ്ങനെയല്ലേ? മലയുടെ ഭാഗത്താണ് വണ്ടി ഉള്ളത്. അപ്പോൾ 2 മണിക്കൂർ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ്. ജിതിൻ, അർജുൻ്റെ ബന്ധുവാണ് നമ്മളോട് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ജിതിൻ, വലിയ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ അവിടെ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളിൽ ഉള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 70% സാധ്യത അർജുൻ്റെ ട്രക്ക് അവിടെ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ്.